വിജ്ഞാപനം വന്ന് 12 വർഷമായിട്ടും കോടതിയിൽ നിന്നിറങ്ങാതെ ഒരു PSC പരീക്ഷ. 2012 വിജ്ഞാപനമിറക്കിയ വാട്ടർ അതോറിറ്റി LD ക്ലർക്ക് പരീക്ഷയാണ് തർക്കങ്ങളിൽ കുരുങ്ങി ഇഴയുന്നത്. അധിക യോഗ്യതയുള്ളവരെ ഒഴിവാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ് PSC തന്നെ ലംഘിച്ചതോടെ വീണ്ടും കോടതി കയറുകയാണ് ഉദ്യോഗാർത്ഥികൾ. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും LBS അല്ലെങ്കിൽ IHRD അല്ലെങ്കിൽ തത്തുല്യ സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷനിൽ 3 മാസത്തെ കുറയാത്ത സർട്ടിഫിക്കറ്റ് കോഴ്സുമായിരുന്നു 2012 വിജ്ഞാപനമിറക്കുമ്പോൾ തസ്തികയ്ക്ക് വേണ്ടിയിരുന്ന യോഗ്യത. എന്നാൽ ഉയർന്ന യോഗ്യത പരിഗണിക്കാത്തതിനെ തുടർന്ന് അത്തരം ഉദ്യോഗാർത്ഥികൾ കോടതിയെ സമീപിച്ചതോടെയാണ് ആദ്യ തർക്കം തുടങ്ങുന്നത്. വിജ്ഞാപനത്തിൽ പറഞ്ഞ് യോഗ്യത ഉള്ളവരെ മാത്രമേ പരിഗണിക്കാനാവൂ എന്നായിരുന്നു PSCയുടെ നിലപാട്. അത് അംഗീകരിച്ചുകൊണ്ട് കോടതി കേസ് തീർപ്പാക്കി. തുടർന്ന് 2022 പരീക്ഷ നടന്നു. പക്ഷേ 2023 റാങ്ക് പട്ടിക വന്നപ്പോൾ യോഗ്യതയിൽ പറയാത്തവരും അതിൽ ഉൾപ്പെട്ടു. ഇതോടെ ഒരു വിഭാഗം ഉദ്യോഗാർത്ഥികൾ വീണ്ടും കോടതിയെ സമീപിച്ചു. വിജ്ഞാപനത്തിലെ യോഗ്യതയ്ക്കനുസരിച്ച് 6 ആഴ്ചയ്ക്കകം ലിസ്റ്റ് പുനഃക്രമീകരിക്കണമെന്ന് ഒക്ടോബർ 30 കോടതി ഉത്തരവിട്ടു. എന്നാൽ കോടതി ഉത്തരവ് വന്നിട്ട് 8 ആഴ്ച കഴിഞ്ഞിട്ടും ലിസ്റ്റ് പുനഃക്രമീകരിച്ചിട്ടില്ല. ഇതിനെതിരെ കോടതിയലക്ഷ്യ കേസുമായി വീണ്ടും ഉദ്യോഗാർത്ഥികൾ കോടതി കയറുകയാണ്. 145 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത വാട്ടർ അതോറിറ്റി LD ക്ലർക്ക് തസ്തികയിൽ 403 പേരുടെ ഫൈനൽ ലിസ്റ്റാണ് നിലവിലുള്ളത്. തർക്കങ്ങളിൽ കുടുങ്ങി ലിസ്റ്റ് ഇനിയും നീണ്ടുപോയാൽ വർഷങ്ങളുടെ സർവീസ് കാലാവധിയാകും ഉദ്യോഗാർത്ഥികൾക്ക് നഷ്ടമാവുക. അതുകൊണ്ട് ഇവരുടെ ആവലാതികൾ എത്രയും വേഗം പരിഹരിക്കുക. തൃശ്ശൂരിൽ നിന്നും അജീഷ് ജയകുമാർ, 24.